Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu wa nashhadu an la ilaha illallah wahdahu la sharika lahu wa nashhadu anna Muhammadan 'abduhu wa rasuluhu arsalahu bil huda wa dinil haqq ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും കഴിയും തോറും മനുഷ്യരായ നമ്മൾ എത്രമാത്രം ദുർബലരാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. 2-3 ഡിഗ്രി സെൽഷ്യസ് അധികം ചൂട് വരുമ്പോഴേക്കും ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത പ്രയാസങ്ങൾ ശാരീരികമായി നമ്മൾ അനുഭവിക്കുകയാണ്. എല്ലായിടത്തും ശക്തമായ ചൂടും അതിൻ്റെ പ്രയാസങ്ങളും നമ്മൾ പറയുമ്പോൾ എന്താണ് സത്യത്തിൽ പരിഹാരം എന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് പരിഹാരം? നമ്മൾ AC ഇടുന്നു, ശാശ്വതമായ പരിഹാരമല്ലല്ലോ. എല്ലാവരും കൂടി മെഷീനുകളിലേക്ക് പോയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു കറണ്ടിന്റെ ഉപയോഗം അധികമാണ്, അതുകൊണ്ട് രാത്രി അല്പനേരം പവർ കട്ട് ഉണ്ടാകണം. പരിഹാരങ്ങൾക്ക് മറ്റൊരു പ്രശ്നങ്ങൾ ഉദിക്കുകയാണ്. ഇനി ഈ ചൂട് ശക്തമാകുന്നതിനിടയിൽ ഒരു ശക്തമായി കാറ്റടിച്ചാലോ പിറ്റേ ദിവസം കാണാം പറമ്പുകളിൽ നിന്ന് റബ്ബറുകൾ പൊട്ടി വീണു, മരച്ചില്ലകൾ വീണ് വീടുകൾ തകർന്നു, ആളുകൾക്ക് പ്രയാസമുണ്ടായി. കാറ്റടിച്ചാൽ തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണില്ല. സമാധാനമായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാലോ 2 ദിവസം നമ്മൾക്ക് പ്രശ്നമല്ല. 3-4 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഭീതി ഉരുണ്ടുകൂടും. പടച്ചോനെ, മുമ്പുള്ള രൂപത്തിലേക്ക് വരുമോ? നമ്മുടെ പാലത്തിലോളം വെള്ളം ഉയരുമോ? വീട്ടിലേക്ക് പറമ്പിലേക്ക് വെള്ളം കയറുമോ? സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ പോലെ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യരെ നമ്മൾ എത്ര ദുർബലരാണ്. സത്യത്തിൽ ഒരൊറ്റ പരിഹാരം പോലും ലോകത്ത് ജീവിക്കുന്ന 830 കോടി മനുഷ്യരിൽ ഒരാൾക്ക് പോലും ഇതിനൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് നമ്മുടെ ദുർബലത നമ്മൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലാഹു. നമ്മൾ എത്രമാത്രം വലുതായി എന്ന് നമ്മൾ പറയുമ്പോഴും ആ ദുർബലതയുടെ അങ്ങേയറ്റമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ നേർക്കുനേരെ സാക്ഷ്യം വഹിച്ചത്. 40 ഹെയർ പിന്നുള്ള ഒരു ചുരത്തിലെ 13ാമത്തെ വളവിൽ നിന്ന് 800 അടി താഴേക്കാണ് ഒരു വാഹനം വീണത്. 10 പേരാണ് മരിച്ചത്. ഒരൊറ്റ നിമിഷം കൊണ്ട് 10 പേർ ഈ ദുനിയാവിൽ നിന്ന് നാമാവശേഷമായി അവർ മാറി. ആലോചിച്ചു നോക്കണം നമ്മൾ. അതിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്നത് പോലെ വാർത്തകൾ വായിച്ച് രംഗം കണ്ട് ഛിന്ന ഭിന്നമായി കിടക്കുന്ന വാഹനം ആലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെടിപ്പുരക്ക് തീ കൊളുത്തി, അല്ലെങ്കിൽ തീ സ്വാഭാവികമായി ചൂടുകൊണ്ടുണ്ടായി 15ഓളം ആളുകൾ വീണ്ടും നിഷ്കരണം ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയത് നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും 1-2 5, 6, 7 ആളുകൾ സെക്കൻഡുകൾ കൊണ്ടില്ലാതെയാവുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ ഏത് സെക്കൻഡാണ് കൂട്ടരെ നമ്മുടെ കയ്യിലുള്ളത്? ഒരൊറ്റ ദിവസം കൊണ്ട് എത്ര വീടുകളിൽ യത്തീം മക്കളുണ്ടായി? ഒരൊറ്റ ആഴ്ച കൊണ്ട് എത്ര കുടുംബങ്ങൾ സന്തോഷത്തിന് പകരം കണ്ണുനീർ ആ വീടുകളിൽ ഉണ്ടായി? എത്ര വീടുകളിൽ അവിടെ വൈധവ്യങ്ങൾ, വിധവമാരുണ്ടായി? എത്ര വീടുകളിൽ ഭാര്യമാർ നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാരുണ്ടായി? സന്തോഷത്തിന് പകരം സങ്കടങ്ങൾ വരാൻ തുടങ്ങി, ദുഃഖങ്ങൾ വരാൻ തുടങ്ങി. ഒരൊറ്റ സെക്കൻഡ് പോലും നമ്മുടെ കയ്യിലല്ല നമ്മുടെ ജീവിതം എന്ന് അള്ളാഹു നമ്മൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓരോ സംഭവങ്ങളും നമ്മൾ അത്ഭുതത്തോടെ, സങ്കടത്തോടെ, പ്രയാസത്തോടെ അംഗീകരിക്കുമ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാം അള്ളാഹു നടത്തുന്ന ചില തിരിച്ചറിവുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹു നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. പടച്ചവൻ ചില ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും നമ്മൾക്ക് ഇതിലൂടെ നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു റോഡ്, ഏതെങ്കിലും ഒരു ICUവിലെ ഒരു ബെഡ്, ഏതെങ്കിലും ഒരു വാഹനം നമ്മുടെ മരണത്തിനായി അള്ളാഹു നിശ്ചയിച്ചതിലേക്ക് നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവാണ്. സഹോദരങ്ങളെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോഴേക്കും അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ച മരിക്കുന്ന ഒരു ദിവസം, ഒരു വർഷം, ഒരു സമയം അള്ളാഹു ക്ലിപ്തപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വാഹനം കുത്തിയിട്ടാകാം, ഒരു ICയുടെ ബെഡിൽ കിടന്നിട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓവുചാലിലേക്ക് നമ്മൾ വഴിതെറ്റി കാല് തെന്നി താഴേക്ക് വീണ് ആരാരും പരിഹരിക്കാതെ എടുക്കാതെ അവിടെ കിടന്ന് നമ്മൾ ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്നതാകാം. വീട്ടിലെല്ലാവരും ഉണ്ടായിരിക്കെ അതിനുള്ളിൽ വെച്ച് എല്ലാവരും കണ്ടു നിൽക്കെ മരണപ്പെടുന്നതാകാം. ഏതായാലും അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈ ഇരുത്തം ആ പോക്കിന്റെ വഴിയിലാണ്. ഈ മിമ്പറിൽ നിന്ന് ഖതീബ് ഖുത്ബ പറയുന്നത് അള്ള നിശ്ചയിച്ചു വെച്ച സ്ഥലത്തേക്കുള്ള പോക്കിനിടയിലുള്ള മിമ്പറിലുള്ള കയറ്റമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ നമ്മളെ അള്ള സൃഷ്ടിച്ചത് ഇങ്ങനെ പറയാൻ. എന്നിട്ട് 15-ാമത്തെ ആയത്തിൽ അള്ള അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ബീജത്തിൽ നിന്ന് പിന്നീട് അള്ളാഹു തന്ന മാംസം, എല്ലുകൾ, പൊതിയലുകൾ ഓരോന്നും അള്ള പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്കെന്താ അറിയോ? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ. ഇങ്ങനെയൊക്കെ അള്ള സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവസാനം വിശ്വാസികളെ, ഞാൻ നിശ്ചയിച്ച മരണത്തിലേക്ക് നിങ്ങൾ തീർച്ചയായും എത്തും, മരിക്കുക തന്നെ ചെയ്യും. ഖുർആനിന്റെ ഭാഷ ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും. അല്ലാഹു നിശ്ചയിച്ച മലക്കുൽ മൗത്ത് ഉണ്ട്. ആ മലക്കുൽ മൗത്ത് നിശ്ചയിച്ച സമയം, നിശ്ചയിച്ച സെക്കൻഡിൽ പടച്ചവൻ അല്ലാഹു പിടിക്കാൻ വേണ്ടി പറയുമ്പോൾ പിടിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ കൂട്ടുകാരും കുടുംബക്കാർക്കും ഇടയിൽ നമ്മൾ മാത്രം പോകും. 10-15ഓളം ആളുകളുള്ള വാഹനത്തിൽ 10 പേരെ അള്ള കൊണ്ടുപോയി, 5 പേരെ ബാക്കി വെച്ചു. 53ഓളം ആളുകൾ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് 15 പേരെ അള്ളാഹു കൊണ്ടുപോയി, 5 പേരെ ബാക്കി വെച്ചു. 250ഓളം ആളുകൾ സഞ്ചരിച്ച വിമാനത്തെ അള്ളാഹു ഏതെങ്കിലും ഒരു സമുദ്രത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി. 250 ആളുകളെയും അള്ളാഹു ഒന്നിച്ചു കൊണ്ടുപോയി. എത്രയോ മനുഷ്യർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നിടയിൽ പടച്ചവൻ ഒരാളെ മാത്രം രക്ഷപ്പെടുത്തി. അള്ളാഹുവിന്റെ തീരുമാനമാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ടതിലേക്ക് നമ്മളുടെ തിരിച്ചുവരവാണ് എന്നുള്ള അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിലെ ഓരോ സെക്കൻഡും സാധാരണ ആളുകൾ പറയാറുള്ള വാക്കുണ്ട്, പത്രങ്ങളിൽ റിപ്പോർട്ടുകളൊക്കെ കാണും, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണും. ഏതെങ്കിലും ഒരു യുവാവ് മരണപ്പെട്ടു പോയാൽ 23-ാമത്തെ വയസ്സിൽ, 18-ാമത്തെ വയസ്സിൽ അകാല ചരമം പ്രാപിച്ചു. അകാല ചരമം എന്ന് പറഞ്ഞാൽ കാലം തെറ്റി മരിച്ചു. അങ്ങനെ ഒരു പ്രയോഗം പോലും ഇസ്ലാമികമല്ല. കാലം തെറ്റിയിട്ട് ദുനിയാവിൽ ആരും മരിക്കൂല. അള്ള നിശ്ചയിച്ച കാലത്തിലും അള്ള നിശ്ചയിച്ച സമയത്തിലും അള്ള നിശ്ചയിച്ച അതേ അവസ്ഥയിലേ മരിക്കൊള്ളൂ. അള്ളാഹു നിശ്ചയിച്ച സമയത്തെ മരിക്കൊള്ളൂ. കാലം തെറ്റി ഒരാളും മരിക്കുകയില്ല. കാരണം എന്താണ്? ജനിച്ചു വീണ നമ്മളോട് അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? സഹോദരങ്ങളെ, പടച്ചോന്റെ കൽപ്പന എന്താണ്? അക്സിറു, വിശ്വാസികളെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നോടൊരാൾ പറയാൻ പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പണത്തെക്കാൾ കൂടുതൽ ഉണ്ടാക്കണം എന്നാണ്, അല്ലേ? അല്ലേ? ഉറക്കം നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്, ഉറക്കം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങൾ 6 മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ ഇനി മുതൽ 8 മണിക്കൂറോ 9 മണിക്കൂറോ വർദ്ധിപ്പിക്കണം എന്നാണ് അള്ളാഹുവിന്റെ വാക്ക്, പ്രവാചകന്റെ വചനം. അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം. സ്വന്തം ഞാൻ മരിക്കും, എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കും, എന്റെ കാലുകൾ കെട്ടും, എന്റെ വയറ്റിൽ ആളുകൾ മലം പുറത്തേക്ക് കളയാൻ വേണ്ടി കൈകൾ കൊണ്ട് ആഞ്ഞു തടവും, അവർ എനിക്ക് പല്ലു തേച്ചു തരും,
അവർ എന്റെ ശരീരത്തിൽ കഫംപുടവകൾ കൊണ്ട് പൊതിയും. അവർ എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കും. എന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവർ പറഞ്ഞയക്കും. ബാക്കിയുള്ളവരെല്ലാം ഈ ദുനിയാവിൽ ബാക്കിയാകും. ഞാൻ ചെയ്ത അമലുമായി നന്മയുണ്ടോ തിന്മയുമായി, നന്മയുണ്ടോ നന്മകളുമായി അള്ളാഹുവിലേക്ക് ആളുകൾ എന്നെ പറഞ്ഞയക്കും എന്ന എന്റെ മരണത്തെക്കുറിച്ച്, അവനവന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ പോരാ. അക്സിറു, നിങ്ങൾ നിലവിൽ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ ആലോചിക്കണം. ചെറുപ്രായത്തിൽ മരിച്ചേക്കാം, വൃദ്ധനായി മരിച്ചേക്കാം, സമ്പത്തുള്ളവനായി മരിച്ചേക്കാം, എല്ലാവർക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടവനായി മരിച്ചേക്കാം. ആ മരണത്തെപ്പറ്റി ആലോചിക്കണമെന്നല്ല, കൂടുതൽ ആലോചിക്കണമെന്നാണ്. അതുകൊണ്ട് നമ്മക്കിടയിൽ പ്രായം തെറ്റി മരിക്കുക, ചെറുപ്പത്തിൽ മരിച്ചോ എന്നുള്ളത് എന്തോ ഒരു വലിയൊരു സൂചനയായി ഒന്നുമില്ല. അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ച സമയത്ത് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു. സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും ഭക്തനായി ജീവിച്ച ആളാരാർ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് അള്ളാന്റെ വാക്ക് എന്താണ്? ഇന്നക മയ്യിത്തുൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം, മുഹമ്മദ് നബി താങ്കൾ മരിക്കും. വഇന്നഹും മയ്യിത്തൂൻ, ബാക്കിയുള്ളവർ മുഴുവനും മരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യ ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയില്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെട്ടുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയില്ലേ? സഹാബാ കിറാമുകൾ മരണപ്പെട്ടു പോയില്ലേ? നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടു പോയില്ലേ? വാപ്പമാർ മരണപ്പെട്ടു പോയില്ലേ? അള്ളാഹുവിന്റെ വാക്ക് ഫഇന്നകും മയ്യിത്തൂൻ, നമ്മളും മരിക്കും കൂട്ടരെ. നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ചുരം, ഏതെങ്കിലും ഒരു റോഡ്, ഏതെങ്കിലും ഒരു ആശുപത്രി, ഏതെങ്കിലും വീട്ടിലൊരു റൂം, ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഷോക്ക് കമ്പി തട്ടി മരിക്കാൻ പടച്ചവൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയാണ്. മനസ്സിൽ ഇന്നും ആലോചിക്കാൻ, കല്യാണം എത്ര സന്തോഷത്തിലൊരു വീട്ടിൽ നടക്കുക, എത്ര ആനന്ദത്തിലാണ് നടക്കുക. 20 വയസ്സുള്ള കല്യാണ പെണ്ണാണ് കല്യാണത്തിന്റെ അന്ന് ഡ്രസ്സിൽ തീ ആളിപ്പടർന്ന് വെന്ത് മരിച്ചത്. ഒരു വലിയ വിവാഹത്തിന് എത്ര മാസത്തൊരുക്കുണ്ടാകും? ആ ഒരുക്കം മുഴുവൻ, പണം മുഴുവൻ, ഓഡിറ്റോറിയം മുഴുവൻ എല്ലാം ഒരുക്കി അവിടെ സ്വന്തം മകൾ പുതുപെണ്ണായി അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ഇറങ്ങിപ്പോകുന്നത് കിനാവ് കണ്ട ബാപ്പാക്കും ഉമ്മാക്കും 20 വയസ്സായ സ്വന്തം മകളുടെ മയ്യത്ത് ആശുപത്രിയിലേക്ക് മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന രംഗം നമ്മുടെ മുന്നിൽ നമ്മൾ വായിച്ചതും കണ്ടതുമാണ്. 14 കൊല്ലത്തിന് ശേഷമാണ് ദമ്പതിമാർക്കൊരു കുട്ടി ഉണ്ടാകുന്നത്. എത്ര അതിർപ്പമുണ്ടാവും കൂട്ടരെ, എത്ര അതിർപ്പുണ്ടാവും. 14 കൊല്ലത്തിന് ശേഷം പ്രാർത്ഥിച്ച് അല്ലാഹു നൽകിയ കുട്ടി. അതേ വാഹനം ബാക്ക് ഇങ്ങോട്ട് എടുക്കുമ്പോഴേ ഈ കുട്ടി ബാപ്പാന്റെ വാഹനത്തിന്റെ ബാക്കർ ഓടിയതാണ്. സ്വന്തം വാഹനത്തിന്റെ ടയറിന്റെ അടിയിൽപ്പെട്ട് 3.5 വയസ്സുള്ള 14 കൊല്ലത്തിന് ശേഷമുണ്ടായ കുട്ടി പെടഞ്ഞാണ് മരിച്ചു. ഉമ്മയുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ബോധം കെട്ടിട്ടാ വീണത്. ബോധം കെട്ട് അള്ളാഹു കൊണ്ടുപോയി. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു മസ്ബൂഖീൻ. ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് എവിടെ ഏത് സമയത്ത് മരിക്കും, ആ സമയത്ത് കൊണ്ടുപോകും. ഇലക്ഷൻ റിസൾട്ട് പൂർത്തിയാണെന്നില്ല, നമ്മൾ വിജയിക്കണമെന്നില്ല, നമ്മൾ തോക്കണമെന്നില്ല, നമ്മളെ കുട്ടിന്റെ കല്യാണം കഴിയണമെന്നില്ല, നമ്മളെ വീട് പണി ഉള്ളാകണമെന്നില്ല, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണമെന്നില്ല. അള്ളാഹു നിശ്ചയിച്ചെന്നല്ല കൊണ്ടുപോകും. സ്വങ്ങളെ പടച്ചോൻ കൊണ്ടുപോകും. ഞാനിന്ന് അത്ഭുതത്തോടുകൂടി അള്ളാഹിന്റെ ഒരു ആയത്ത് മനസ്സിലേക്ക് ചില സന്ദർഭങ്ങൾ വരുമ്പം പടച്ചോന്റെ ആയത്ത് ഓർക്കുമല്ലോ. സഹോദരന്റെ 28-29 ഏകദേശം വയസ്സാണ്. വിവാഹം കഴിച്ചിട്ടില്ല. അവന് അത്യാവശ്യം സാമ്പത്തികമായി കുഴപ്പമില്ല. അവന് ഗൾഫ് പോകാൻ ആഗ്രഹം. വാപ്പാക്കും വാക്കും പോകണമെന്നില്ല. ഷോന് ഓന്റെ കൂട്ടുകാരും ചങ്ങായിമാരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പോയി ഒന്ന് വരിക. കുറെ ഒരു 6 മാസത്തോളം പോകണ്ടെന്നൊക്കെ ഒരു ചർച്ചയായി. അവസാനമായിക്കോട്ടെ ഓന്റെ ഇഷ്ടത്തിന് പോയി വരിക എന്ന രൂപത്തിൽ ഗൾഫിലേക്ക് പോയി, ദുബായിലേക്ക് പോയി. അവന്റെ കൂട്ടുകാർ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചു, വന്നു, ഒരു ഭക്ഷണം കഴിച്ചു. ബാക്കിയുള്ളവരെല്ലാം വൈകുന്നേരമാകുമ്പോഴേക്കും ജോലി സ്ഥലത്തുനിന്ന് വരാന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ച് കൂട്ടുകാരന്റെ റൂമിൽ കിടക്കുമ്പം നെഞ്ചുവേദന വന്ന് 28-ാമത്തെ വയസ്സിൽ ഗൾഫിലെത്തി, ദുബായിലെത്തി, ദേരയിലെത്തി, റൂമിൽ കട്ടിലിന് താഴേക്ക് വീണ് മരിച്ചു. ഖുർആന്റെ ആയത്തും ദർശനങ്ങളെ, പ്രവാചകന്റെ വചനം, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ. പടച്ചോനൊരാൾക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് തീരുമാനിച്ചാൽ ജഅല ലഹു ഇലൈഹാ ഹാജ്ജ, അവിടേക്കെത്താൻ അള്ളാഹു ആവശ്യമുണ്ടാക്കും.
അള്ളാഹു ആവശ്യമുണ്ടാക്കും. സെപ്റ്റംബർ 13 വ്യാഴാഴ്ച 3:30 മണിക്ക് ദുബായിലെ ദേരയിൽ വെച്ചാണ് മരിക്കണമെങ്കിൽ അവിടേക്ക് വേണ്ട ടിക്കറ്റ് ആ സമയത്തല്ല ശരിയാക്കുള്ളൂ. അവിടേക്കുള്ള വാഹനത്തിന്റെ സ്പീഡ് 3:30 കട്ടിലെത്താൻ രൂപത്തിൽ പടച്ചോൻ ബ്ലോക്ക് ഉണ്ടാക്കും, ബ്ലോക്ക് ഒഴിവാക്കും, ഭക്ഷണം അതിന്റെ മുന്നിൽ കഴിപ്പിക്കും, കിടത്തിപ്പിക്കും. താഴേക്ക് 3:30 ആകുമ്പോൾ നെഞ്ചുവേദന വരും, താഴേക്ക് വീടും. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴേക്കും അള്ളാഹു റൂഹിനെ കൊണ്ടുപോയിട്ടുണ്ടാകും. ഇത് നമ്മക്കല്ല ഖുർആനിൽ പറഞ്ഞുതരാൻ കൂട്ടരെ. നമ്മൾ കുറെ പ്ലാനാണ്. എന്താ അറിയോ, ഞാൻ ഇന്നെപ്പറ്റി പറയാം, കുറെ പ്ലാനാണ്. ആശുപത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ താമസിച്ചാൽ മരിക്കൂല, കുടുംബത്തിൽ 4 ഡോക്ടർമാരുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം വരില്ല. ആരാ കൂട്ടരത് പറഞ്ഞെന്ന്? ഭൗതികമായി നമുക്കെല്ലാം ശരിയാക്കാൻ സംശയമല്ല. പക്ഷേ ഇതുകൊണ്ടൊക്കെ മരണം നീട്ടിയേക്ക, മരണത്തിൽ നിന്ന് പെട്ടെന്ന് കഴിച്ചത് അള്ളാഹു നിശ്ചയിച്ചതിലേക്ക് പടച്ചോ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഖുർആന്റെ ആയത്താ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ബൈക്കിങ്ങനെ പോകുക, ഒരൊറ്റ നായ, ഒരു പന്നി മുന്നിലൂടെ ക്രോസം ചെയ്യുക, വാഹനം തട്ടുന്നു, താഴേക്ക് വീഴുന്നു. ബൈക്കിൽ യാത്ര ചെയ്ത ഭർത്താവും ഭാര്യയും മരിക്കുന്നു. ഖുർആനിന്റെ ആയത്തെന്താ അറിയുന്നേ? ഐനമാ തകൂനു യുദ്രികുൽ മൗത്ത്. എവിടെയാണെങ്കിലും പടച്ചോൻ കൊണ്ടുപോകും, കഴിഞ്ഞിട്ടില്ല. ഫഇദാ ജാ അജലുഹാ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് അങ്ങോട്ടാവൂല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടാവൂല. ബൈക്ക് ഇങ്ങനെ പോകാൻ നോക്കുക. ആ നായ, ആ പന്നി ഒരു സെക്കൻഡ് വൈകിയാൽ മരിക്കൂല. ഒരു സെക്കൻഡ് സ്പീഡ് കൂടിയാൽ മുന്നിലെ ബൈക്കുകാരനെ തട്ടുള്ളൂ. രണ്ടും നടക്കൂല. പോകുന്ന വാഹനത്തിലേക്ക് മരം വീണ് മരിക്കാനാണ് അള്ളാഹു നിശ്ചയിച്ചതെങ്കിൽ നമ്മുടെ വാഹനം എത്തുന്നത് വരെ മരം വീടില്ല, വേര് അടരില്ല, കാറ്റടിച്ചാലും വീടില്ല. നമ്മുടെ വാഹനത്തിന്റെ മുകളിൽ വീണിട്ട് നമ്മൾ മരിക്കാനാണെങ്കിൽ കാറ്റടിച്ചിട്ടില്ലെങ്കിലും മഴ പെയ്തിട്ടില്ലെങ്കിലും വേരുകൾ അതുവരെ അടർന്നിട്ടില്ലെങ്കിലും വേരുകൾ അടരും, നമ്മുടെ വാഹനത്തിന്റെ മുകളിൽ വീഴും, നമ്മുടെ ദേഹത്തേക്ക് വീഴും, നമ്മൾ മരിക്കും 100%. ഇത് അല്ലാഹു എന്തിനാ പറഞ്ഞിരുന്നു? നമ്മൾ മറ്റുള്ളവരുടെ മരണവാർത്തകൾ കേട്ട് അന്ധാളിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുമ്പം ഇതേപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കൊക്കെ അല്ലേ ചരമവാർത്തകൾ, എടവണ്ണ ചരമവാർത്ത, മലപ്പുറം ജില്ല. ഇപ്പൊ നമ്മൾ കുറെ ചിത്രം കാണില്ലേ, ആ കൂട്ടത്തിൽ നമ്മളതും വരും. കൂട്ടരെ നമ്മളെ മയ്യത്ത് സ്കാറ്റർ സമയവും ബാക്കിയുള്ളവര് പറയും ഞങ്ങളപ്പോ കൂടെ പള്ളിക്കണ്ടതിന് ആളേനി, കഴിഞ്ഞ റമദാനിലും കൂടി ഇഫ്താർ സംഗമത്തിന് പൈസ എന്നാളേനി, മൗലവിന്റെ കൂടെ ഖുത്ബേക്കാണ്ടേനി, മരിച്ചോയി എന്ന് നമ്മളെ പറ്റി പറയും. അതല്ല നമ്മൾ ഓർക്കാൻ വേണ്ടി പറയാൻ, പടച്ചോ നമ്മൾ ഓർക്കാൻ വേണ്ടി പറയാൻ. നമ്മൾ മരിച്ചാൽ ബാപ്പിമ്മ എന്താകും? ബാപ്പാരിമാര് ഞാൻ ആ സങ്കടത്തെ പറ്റിയിട്ടോ ആശങ്കനെ പറ്റിയിട്ടോ കുറ്റം പറയില്ല. പക്ഷെ അള്ളാന്റെ വാക്കിലാച്ചു, ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ ഒറ്റപ്പെടൂലേ എന്ന് ആലോചിക്കണോടത്ത് അള്ള പറഞ്ഞ്, അക്സിറു മുഹമ്മദേ, ഫാത്തിമ, ആയിഷ, ഈ മരിച്ചാൽ ദുനിയാവ് പൊളിഞ്ഞാടൂല, ആകാശം വിണ്ടൂറൂല, ഇന്ത്യ രാജ്യം ഇവിടുന്ന് പോകുന്നില്ല. പക്ഷെ ഈ മരിച്ചാൽ ഈ മാത്ര പോണത്. കുട്ടികളെ കാര്യം നോയിക്കോ, പക്ഷെ എന്റെ കാര്യം കൂടി നോക്കണട്ടോ. ഭാര്യമാരോട് പറയാൻ അവനാന്റെ കാര്യം കൂടി നോക്കണട്ടോ. മക്കളോട് പറയാൻ ചങ്ങായിമാരൊപ്പം പോയണ്ട് പടച്ചോൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോ ഞാൻ ചങ്ങായിമാർക്ക് വേണ്ടിയിട്ടാന്ന് പറയുമ്പോ അവനാന്റെ കാര്യം കൂടി ആ കൂട്ടത്തിൽ നോക്കണട്ടോ. അള്ളാഹുവിന്റെ വാക്കാൻ. ഖുർആന്റെ ആയത്തെന്താ അറിയോ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും. ഇതൊക്കെ കേട്ടാലും മനുഷ്യന്മാരെ ധാരണ കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നാണ്. അള്ളാന്റെ ആയത്താണ് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും. അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള അവധി നമ്മുടെ തൊട്ടടുത്താണ്. മിൻ ശിറാക്കിൻ അലിഹി, ചെരുപ്പിന്റെ വാറോളം അടുത്താണ്. ചെരുപ്പിന്റെ വാറോളം. ഇത് നമ്മൾക്ക് ബോധ്യപ്പെടുത്താനാണ് പടച്ചോൻ ഈ ആയത്തൊക്കെ പറഞ്ഞത്. എന്നാലും ദുനിയാവാണല്ലോ, ശൈത്താൻ കൂടണ്ടല്ലോ. നാട്ടിലെ മഹാഭൂരിപക്ഷം നമ്മളുടെ ജീവിത ശൈലിയോട് എതിർത്ത് നിൽക്കണോലാണല്ലോ. അങ്ങനെ തന്നെയാണ് ദുനിയാവാണ്, ശൈത്താൻ കൂടണ്ട്. അതോടൊപ്പം മഹാഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ ജീവിതത്തിനോടും തത്വനോടും എതിരായി ജീവിക്കണോലാണ്. അവരുടെ കൂടെ എങ്ങനെ ജീവിക്കുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് മറക്കുന്നറിയോ? വന്നത് മറക്കും, പോകേണ്ടത് മറക്കും, എന്തിനാണല്ല പറഞ്ഞയച്ചത് മറക്കും, ചെയ്തു വെക്കേണ്ട കാര്യങ്ങളെ പറ്റി മറക്കും. നമ്മൾ ഈ ദുനിയാവിന്റെ രസത്തിൽ മാത്രം, ഇവിടുത്തെ ടൂറും ഇവിടുത്തെ പന്തളിയും
ഇവിടുത്തെ ഇലക്ഷനും ഇവിടുത്തെ ഡ്രസ്സും ഇവിടുത്തെ പകയും ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ ഫുഡ് സ്പോട്ടും ഇതൊക്കെ ആയിട്ട് മാത്രം അതിനെ കുറ്റായിട്ടല്ല, അത് മാത്രം, ആ ചർച്ച മാത്രം. പുതിയ ഡ്രസ്സ് എടുക്കുക, അതിന് പോവുക, അവിടെ 999 റുപ്യക്ക് വരുമ്പോ അവിടേക്ക് പോവുക, ഇവിടെ 344 വരുമ്പോ അവിടേക്ക് പോവുക. അതിനിടയ്ക്ക് ഖുർആൻ ക്ലാസ്സോ ലേണിംഗ് ക്ലാസ്സോ ജുമഅയോ മോറൽ ക്ലാസ്സോ ചർച്ചയില്ലാതെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാകാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തറിയോ? ഈ ബോധം ഉണ്ടെങ്കിലേ ദീനിയാകുള്ളൂ. ഏറ്റവും ബേസ് പറയട്ടോ, അവനാ മരിക്കുന്നുള്ള ബോധം ഉണ്ടാകുമ്പോഴേ ഒരാൾ നന്നാകുള്ളൂ. ആ ബോധത്തിലേക്ക് അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നത് ഒരു ഖുതുബയിൽ കൂടെ അല്ല, ക്ലാസ് കൂടിയല്ല. അല്ലാഹു നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ മരണത്തെ അല്ലാഹു ഒരു ദിവസം തന്നെ പലതവണ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് തന്നെ. നിങ്ങൾ ആലോചിക്കും, ഈ ഖുതുബ കഴിഞ്ഞു, നമ്മളിന്ന് രാത്രി പോയിട്ട് വീട്ടിൽ പോയി കിടക്കുകയാണ്. നമ്മൾ എന്താ മിനിമം ചൊല്ലേണ്ട പ്രാർത്ഥന? മിനിമം ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹയ്യ, അല്ലെങ്കിൽ അഹ്യാ വഅമൂതു. ഇതിന്റെ അർത്ഥം എന്താ? നമ്മളെ ബിസ്മിക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, അഹ്യാ ഞാൻ ജീവിക്കുന്നു, വഅമൂതു ഞാൻ മരിക്കുകയാണ്. ഞാനും നിങ്ങളെ സഹോദരിമാരെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ, യുവാക്കളെ, വാപ്പാരെ, നമ്മൾ ഇന്ന് പോയിട്ട് ലൈറ്റ് ഓഫാക്കി വാതിൽ കുറ്റിട്ട് പുതപ്പിങ്ങനെ ഇട്ടിട്ട് നമ്മൾ അല്ലാണ്ട് പറഞ്ഞ വാക്ക് എന്താ പറയുക? നമ്മൾ അല്ലാണ്ട് പറഞ്ഞ വാക്ക്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ മരിക്കാൻ പോവുകയാണ്. നാളെ പള്ളിക്ക് ചിലപ്പോ അനൗൺസ്മെന്റ് കേൾക്കും, ഇന്നാള് മരിച്ചു, ഇന്റെ പേരേക്കാരും. ചിലപ്പം ആൾക്കാർക്ക് വെയിലുള്ളതാക്കാൻ വേണ്ടി നാളെ എന്റെ വീടിന് മുന്നിൽ ടാർപ്പായി കെട്ടും, ഡെക്കറേഷന് കുറെ കസാര കൊണ്ടുവരും. ഇന്റെ ഗൾഫത്തെ ആൾക്കാർക്ക് വിവരറിയും, ഓല് ചിലപ്പോൾ വരുന്നുണ്ട് പറഞ്ഞാൽ അതുവരെ ചിലപ്പോൾ 3 മണി വരെ മയ്യത്ത് അവിടെ വെക്കുണ്ടാവും. ഇന്റെ കുട്ടിയാക്ക് ബാപ്പ മരിച്ചു ഉൾക്കൊള്ളാൻ കഴിയാൻ ഞെട്ടി നിൽക്കുണ്ടാവും. സഹോദരിമാര്, ഇന്റെ ഭർത്താവിന് ഞാൻ മരിച്ചുപോയി എന്നുള്ള ഉൾക്കൊള്ളാൻ കഴിയാൻ നിൽക്കുണ്ടാവും. പടച്ചോനെ, അത് ഉറപ്പിച്ചിട്ടാട്ടോ ഞാൻ കടന്നുറങ്ങണത് എന്നാണ് ഇന്ന് രാത്രി ഉറങ്ങുമ്പം നമ്മൾ അല്ലാണ്ട് പറയണേ. യുവാക്കളെ, അങ്ങനെ നമ്മൾ പറഞ്ഞുറങ്ങുകയാണെങ്കിൽ ആ ഉറക്കത്തിൽ പുതപ്പിന്റെ ഉള്ളിൽ ഹെഡ്സെറ്റ് വെച്ച് തോന്നിയാസം കണ്ടുറങ്ങാൻ എങ്ങനെ കുട്ടനെ നമുക്ക് ധൈര്യം ഉണ്ടാകുക? എങ്ങനെ പെൺകുട്ടികളെ വാപ്പാനിമാനി ചതിച്ച് ബാക്കിയുള്ളവന്റെ മുന്നിൽ ശരീരം കാണിച്ചു കൊടുത്ത് ഉറങ്ങാനെങ്ങനെ നമുക്ക് ധൈര്യം ഉണ്ടാകുക? പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകാത്തോണ്ടാണ്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹയ്യ, അഹ്യാ പടച്ചോനെ ഞാൻ നാളെ ജീവൻ ഉണ്ടാവൂല എന്ന് ഞാൻ ഇന്നോട് പറയാൻ ചൊല്ലിക്കട്ടോ, പറഞ്ഞട്ടോ, പ്രാർത്ഥിച്ചട്ടോ, നാളെ ജീവൻ ഉണ്ടാവില്ലെങ്കിൽ സ്വർഗത്ത് പോനട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടരെ നമ്മൾ കിടക്കുന്നത്. ഇനി എഴുന്നേക്കുമ്പോ നമ്മൾ അല്ലാണ്ട് എന്താ പറയണത്? ഒരു ദിവസം കൂടി അല്ലാഹ് തരാൻ. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. അല്ലാഹുവേ, ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ മരിക്കുന്നു പറഞ്ഞിട്ടല്ലേ ഉറങ്ങിയത്? ഞാൻ മരിക്കുന്നു പറഞ്ഞ പോലെ മരിക്കും എന്ന് പറഞ്ഞ പലർക്കും നീ ജീവൻ കൊടുത്തിട്ടില്ല. ഒരു അറ്റാക്ക് വന്ന് മരിച്ചുപോയി, ചിലര് കടത്തത്ത് തന്നെ മരിച്ചുപോയി, പ്രായം കൊണ്ട് മരിച്ചുപോയി, ഇന്നലെ രാത്രി മരിച്ചുപോയി. നാഥാ, നീ എനിക്ക് ഇന്ന് ജീവൻ തന്നു. അവസാനം എന്താ? വഇലൈഹി നുശൂർ. വൈകുന്നേരാകുമ്പോൾ ചിലപ്പം പടച്ചോനെ ഞാൻ മരിക്കും. വൈകുന്നേരാകുമ്പോഴേക്കും ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരും, നിന്നിലേക്ക് ഞാൻ മടങ്ങും. വാഹനത്തിൽ കയറും. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അല്ലാണ്ട് പറഞ്ഞ വാക്കെന്താ? സുബ്ഹാനല്ലദീ സഖറലനാ. പ്രാർത്ഥന അവസാനം എന്താ? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, എടവണ്ണെന്നാ ഞാൻ വണ്ടി സ്റ്റാർട്ടാകണ്, കോഴിക്കോട്ടൊക്കെ പോണ്, മഞ്ചേരിന്ന് ഒരു ലോറി എതിർദിശയിൽ നിന്ന് വരാം, എന്റെ വണ്ടിയെ കുത്താം, ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തെറിക്കാം, പുറത്തേക്ക് തെറിച്ച എന്റെ ദേഹത്തേക്ക് ടൂറിസ്റ്റ് ബസ് വന്ന് കയറാം, എന്റെ ശരീരം റോട്ടിൽ തേഞ്ഞൊട്ടിക്കിടക്കാം. ചിലപ്പോൾ ബാക്കിയുള്ളവർ വന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയിൽ എന്റെ ബോഡി എടുത്തു കൊണ്ടുപോയേക്കാം. അത് ഉറപ്പിച്ചിട്ടാ പടച്ചോനെ ഞാൻ സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ വെക്കുന്നത്, ഞാൻ ചാവിട്ട് തിരിക്കുന്നത്, ഞാൻ സൈക്കിൾ മുതൽ വിമാനത്തിൽ വരെ കയറുന്നത്, കുട്ടിയാളെയും കുടുംബത്തെയും വെച്ച് ഞാൻ കയറണത്. എന്റെ ഒരു അറിയുന്നൊരു സഹോദരൻ മരിച്ചെങ്ങനെയാണ് സുഖങ്ങളെ? കുടുംബത്തെയും കൂട്ടി യാത്ര പോവുകയാണ്. യാത്ര പോകുന്നതിന്റെ ഇടക്ക് ഇറക്കം വന്നു, വണ്ടി ചവിട്ടി, കിട്ടിയില്ല. എന്താ കിട്ടാഞ്ഞറിയോ? അതിന്റെ മുന്നേ 20 റുപ്യന്റെ വാട്ടർ ബോട്ടിൽ വാങ്ങി കുടിക്കാൻ. ആ വാട്ടർ ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞത് ഇങ്ങനെ ഇട്ടതാണ്. അത് നേരെ ബ്രേക്കിന്റെയും ആക്സിലേറ്ററിന്റെയും അടിയിൽ പോയിട്ട് ആ കുപ്പിയാണ് കടന്നു. ചവിട്ടണ സമയത്ത് കുപ്പിയിൽ ചവിട്ട് കൊണ്ടു, കിട്ടിയില്ല. കുടുംബത്തിലെ അവനും ഭാര്യയും 3 കുട്ടികൾ ഒന്നിച്ചാണ് മരിച്ചു. മരിക്കാനുള്ള നിശ്ചയിച്ചെന്നറിഞ്ഞ നിങ്ങളെ 20 റുപ്യന്റെ വാട്ടർ ബോട്ടിൽ. 20 റുപ്യന്റെ വാട്ടർ ബോട്ടിൽ. നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത പ്രാർത്ഥന റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചോനെ, നിന്നെ കണ്ടുമുട്ടാനാണ് ഞാൻ വരുന്നത് എന്നാണ്. അത് ഞാന്
KTM-ന്റെ ബൈക്കാകട്ടെ, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആകട്ടെ, റേഞ്ച് റോവർ വണ്ടി ആകട്ടെ, എന്തായിക്കോട്ടെ, പടച്ചോനെ ജീവൻ ഉണ്ടാവൂല. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഈ വണ്ടിന്ന് ഞാൻ മരിക്കും. അത് ഞാൻ 50-ലും 60-ലും ശ്രദ്ധിച്ചു പോയാലും എതിർദിശയിൽ നിന്ന് വരുന്ന ഒരാള് കള്ളുടിച്ചു വന്നാൽ, കഞ്ചാവടിച്ചു വന്നാൽ, ഓൻ ഉറങ്ങിയാൽ, ഓന് കയ്യൊന്ന് പാളിയാൽ പടച്ചോനിന്റെ ജീവിതത്തിൽ അവസാനത്തതാണ് എന്ന് പറഞ്ഞിട്ടാ കൂട്ടരെ നമ്മൾ വണ്ടി കയറുന്നത്. ഇതാരോടാ പറയണത്? വണ്ടീത്തെ പ്രസംഗമല്ല, നമ്മളോട് പറയാം ജീവൻ ഉണ്ടാവില്ലട്ടോ വൈകുന്നേരമാകുമ്പോ. പിന്നെ എങ്ങനെ കൂട്ടരെ ആ വണ്ടിയും കൊണ്ട് നമ്മൾ അവിഹിത തോന്നിയാസത്തിന് പോവുക? അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നിച്ച് മസാജ് ചെയ്യണ സ്ഥലം, അവിടേക്ക് പോവുക. അങ്ങനെ ഒരു വർത്താനം മുസ്ലിമിന്റെ നാവെന്ന് വരൂല. വണ്ടിയും കൊണ്ട് പോകൂല. തിരിച്ചു വരാൻ ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറുന്നത്. എന്തിനേറെ ഖബർസ്ഥാൻ സന്ദർശിച്ചാൽ, ഖബർസ്ഥാൻ നമ്മുടെ പള്ളിന്റെ ചുറ്റും ഖബർസ്ഥാനാണ്. ഖബർസ്ഥാൻ സന്ദർശിച്ചാൽ നമുക്ക് ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ്? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. അതിന്റെ അവസാനം എന്താ? വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഞങ്ങൾ നിങ്ങളെ കണ്ടുമുട്ടാൻ ഇൻഷാ അല്ലാഹ് വരും. ബാപ്പാരെ, വെല്ലിപ്പാരെ, ഉസ്താദുമാരെ, എന്റെ നാട്ടിൽ ഞാൻ വളർന്നപ്പോൾ എനിക്ക് താങ്ങായി തണലായി നിന്ന് എന്റെ മുന്നിൽ മരണപ്പെട്ടു പോയവരെ ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളുടെ അടുക്കലേക്ക് വരും. എന്റെ കാലുകെട്ടും ആളുകൾ, എന്റെ കാലുകെട്ടും അവർ ദേഹത്ത് വഹിച്ച് അവർ കൊണ്ടുപോയി കബറടക്കും. മണ്ണിട്ടവർ പോരും. എന്റെ അടുക്കലേക്ക് മലക്കുകൾ വരും. ചോദ്യങ്ങൾ ഉണ്ടാകും, രക്ഷാശിക്ഷകൾ ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരുങ്ങി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര സ്ഥലത്താ സോങ്ങളെ അല്ല നമ്മളെ കൊണ്ട് ബോധിപ്പിക്കാൻ. ഇതൊക്കെ എന്തിനാ അല്ല ചെയ്യിപ്പിക്കണ സോങ്ങളെ? പേടിക്കാനല്ല, ഭയപ്പെടാനല്ല, ലക്ഷ്യം മറക്കാതെ ജീവിക്കാൻ. കച്ചവടത്തിന്റെ അടക്കം ലക്ഷ്യം മറക്കരുത്, ജോലിന്റെ അടക്കം ലക്ഷ്യം മറക്കരുത്, കളിന്റെ അടക്കം ലക്ഷ്യം മറക്കരുത്, ടൂറിന്റെ അടക്കം ലക്ഷ്യം മറക്കരുത്, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോഴും ലക്ഷ്യം മറക്കരുത്, കല്യാണം നടത്തുമ്പോഴും ലക്ഷ്യം മറക്കരുത്, ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്യം മറക്കരുത്, കുട്ടിണ്ടാകുമ്പോൾ ലക്ഷ്യം മറക്കരുത്, കടം വാങ്ങേണ്ടി വരുമ്പോൾ ലക്ഷ്യം മറക്കരുത്. ലക്ഷ്യം മറക്കരുതേ, പടച്ചോ നിശ്ചയിച്ച സമയത്തേക്ക് എത്തുമേ എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ്. നമ്മൾ പറഞ്ഞത് ഓരോ മരണം, ഓരോ അപകടങ്ങൾ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഇത് മനസ്സിന്ന് പോകരുത്. ഹാദഹി ദാറുൽ അമൽ, ഇത് അള്ളാഹു നമുക്ക് വെച്ച, അധ്വാനിക്കാൻ വെച്ച സ്ഥലമാണ്. ഗദൻ ദാറുൽ ഹിസാബ്, ചിലപ്പോൾ നാളെ തന്നെ നമ്മുടെ വിചാരണ തുടങ്ങും. ഇത് മനസ്സിന്ന് പോകരുത്. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് തന്നെ അല്ല ഇങ്ങനെ പറയിപ്പിക്കണേ. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? ഇന്നാ ലില്ലാഹി, മരിച്ചു എന്നല്ല, എന്ത് മുസീബത്തുണ്ടെങ്കിലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാ, അടുത്ത വാക്കെന്തറിയോ? പടച്ചോനെ അയാൾ മരിച്ചു, അയാൾക്കെന്തോ പ്രയാസമുണ്ട്, ഞങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങും. ആരാ ഞങ്ങൾ? ഞാൻ പറയാണ്, ഞാൻ പടച്ചോനെ എന്റെ അടുക്കിലേക്ക് വരും. എന്തിനാ നിന്റെ അടുക്കലേക്ക് വരും എന്ന് പറയണത്? അതാണ് പ്രധാനം. ഈ മരണചിന്ത മുഴുവൻ എന്തിനാ? പേടിച്ച് ജീവിക്കാനല്ല, ഹിദായത്ത് കിട്ടിയിട്ട് പിന്നെ തെറ്റാതെക്കാനാണ് അള്ളാഹ് മരണചിന്ത ഓർക്കണം എന്ന് പറഞ്ഞത്. തൗഹീദ് കിട്ടിയിട്ട് പിന്നെ നരകത്ത് പോകാതെക്കാനാണ്. ഖുതുബും ക്ലാസും ദീനൊക്കെ കേട്ടിട്ട് പിന്നെയും പഴച്ചു പോകാതെക്കാനാണ്. മരിക്കും 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 എന്നുള്ള ബോധം ഉണ്ടാകണം എന്ന് അള്ളാഹും റസൂലും നമ്മോട് ഇങ്ങനെ പറയണേ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 45 വയസ്സുള്ള മുസ്ലിം കുടുംബത്തിൽപ്പെട്ട അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾ 45 വയസ്സിൽ മരിച്ചു. അറ്റാക്ക് വന്ന് മരിച്ചു. പരിസരത്ത് ആരുമില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അല്ലത് പെട്ടെന്ന് അറിയുന്ന ആൾക്കാരെ വിളിച്ചു. ചെന്ന് നോക്കുമ്പോ കള്ളിങ്ങനെ വാസനിക്ക, റൂം കൂടെ കെട്ട് വാസനിക്ക. നിങ്ങളൊന്ന് ആലോചിച്ചു, 45 വയസ്സിൽ പടച്ചോൻ കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോണ്? ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട പാനീയം കുടിച്ചിട്ട് എന്താ ചെയ്യാൻ? എനിക്കിങ്ങനെ പൂതി നിർത്താൻ കഴിയില്ല. നിർത്തേണ്ടി വരും. പടച്ചോന്റെ മുന്നിക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരും. കൈ ഷർട്ട് ഉണ്ടാവില്ല, അണ്ടർവയർ ഉണ്ടാവില്ല. പടച്ചോന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് അള്ള ചോദിക്കും, ഫലസ്തീനിലെ കുട്ടിക്ക് കൊടുത്ത പോലെ ദുരന്തങ്ങളും പ്രയാസങ്ങളും എനിക്കുണ്ടേനോ? ഇല്ല. എന്താണ് അവനെ നിർത്താൻ പ്രയാസം? എന്തേ നിർത്താൻ പ്രയാസം? 4 ചങ്ങായിമാരും 3 കൂട്ടാരും കൂടി കൂടുമ്പം
പടച്ചോ നിരോധിച്ചൊരു കാര്യം നിർത്താൻ പ്രയാസല്ലേ? ശ്രമിക്കുക. ഇതിനാണ് മരിക്കണം എന്ന് പറഞ്ഞത്, ഇതിനാണ് മരിക്കുന്നുള്ള ചിന്ത. 45-ാമത്തെ വയസ്സിൽ കെട്ടുനാറുന്ന മണവുമായി ദുനിയാവ് നോക്കുമ്പോൾ പ്രാർത്ഥിക്കല്ലാതെ വേറെന്താ സ്വങ്ങളെ പരിഹാരം? കാരണം കുടിച്ചിങ്ങനെ ഇങ്ങനെ കുപ്പിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഉണ്ട്, അതിന്റെ ഇടക്ക് അറ്റാക്ക് വന്നുകിണ്. എത്ര മനുഷ്യന്മാര്, എത്രയോ സങ്കടങ്ങളാണ് പറയുന്നത്. സങ്കടങ്ങൾ ആഘാതക്കാനായി പറയുന്നത്. അവനാന്റെ പണ്ടം കൊണ്ടുപോയി പണയം വെച്ച് അതിന്റെ പലിശന്റെ പൈസ റെസിപ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ കത്തിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ നേരത്ത് തലമിന്നി വീണ് ആ വീഴ്ചയിൽ ആശുപത്രി കൊണ്ടുപോയിട്ട് മരിച്ചു വീണ്. കയ്യിലുണ്ടായ പേഴ്സിൽ അപ്പോഴും പലിശന്റെ പൈസയാണ്. നമുക്ക് ഇന്നും ബോധം വന്നിട്ടില്ല. മൗലവി നന്നാകണം, മൗലിക്ക് പുതിയ 2026 അറിവൊന്നുമില്ല, പലിശ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സൗങ്ങളെ ആരാ നമ്മളോട് ഇത് പറയണത്? ആരാ നമ്മൾ ഈ പൈശാചികമായ കാര്യം പ്രേരിപ്പിക്കണത്? നമ്മൾ ഈ ദുനിയാവെന്ന് മരിച്ച ഞാനിങ്ങനെ ആലോചിക്കട്ടെ, ആ ഉമ്മ മരിച്ചു, ശരി, ഉമ്മാന്റെ കയ്യില് പലിശന്റെ പൈസ ഉണ്ട്. ഇതിനാരാ ഉത്തരം പറയാ? ഭർത്താവോ? ഇതിനാരാണ്? നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് പലിശ നൽകിയ കുട്ടിക്ക്? കുട്ടി പറയോ ഉമ്മാനെ ചോദ്യം ചെയ്യേണ്ട? ഞാൻ പറഞ്ഞോളാം. വിഡ്ഢികളാകരുത്, ദയവേദിട്ട് മുഅ്മിനീങ്ങളെ വിഡ്ഢികളാകരുത്. ഇങ്ങനെ സംഭവമായിട്ട് സിനിമീത്തെ നായകന്മാരായി ഞാൻ ഓൾക്കൊക്കെ വേണ്ടിട്ട് അങ്ങനെ അള്ളാഹുവിന്റെ ദീനില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഹറാം ചെയ്താൽ ആത്തിഹിം യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റക്ക് അല്ലാഹു ചോദിക്ക. ആയത്തറിയനോ? അറിയും. ദീനിയായിട്ട് ജീവിക്കാന്ന് അറിയനോ? ഇത് തെറ്റാന്ന് അറിയനോ? ഓക്കെ, ഖലാസ്. അപ്പൊ നമ്മളൊരു വർത്താനം തുടങ്ങുമല്ലോ. അതായത് പടച്ചോനെ, അതിന് അല്ലാഹു പറഞ്ഞു ഇഖ്സഉ ഫീഹാ വലാ തതകല്ലമൂൻ, മിണ്ടരുത്. നാവുകൊണ്ട് സംസാരിക്കാൻ മരിക്കും വരെ അവസരമുള്ളൂ, പരലോകത്ത് മിണ്ടരുത്. എന്തിനാ? അവിടെ ന്യായീകരിക്കണോണ്ടാണ്. സോ ഉണ്ടാകരുത്. അവനാ മരിച്ചു, തെറ്റെന്ന് മാറിക്ക. എന്ത് ന്യായീകരിച്ചാലും ഒറ്റക്ക വരിക. ന്യായീകരണം ഒരൊറ്റ കമ്പനി ഉണ്ടാവില്ല, ഒരു കമ്പനി ഉണ്ടാവില്ല. പെൺകുട്ടികളോടക്കം പറയാൻ, ഉമ്മമാരോടക്കം ഇസ്ലാമികമായ ഒരു വേഷം ധരിക്കാൻ എന്ത് മടിയാണ്, എന്ത് മടിയാണ്. എന്താണ് അതുകൊണ്ട് കിട്ടുന്നത്? എന്നിട്ടെന്താ? മരിച്ചു കഴിഞ്ഞാൽ മഫ്തന്റെ നീളത്തിന് പുറമെ മൗലവി അന്യ പുരുഷന്മാർക്ക് കാണാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരെയാണ് ഈ കളിയാക്കുന്നത്? ദുനിയാവിൽ മുഴുവൻ ബാക്കിയുള്ളവർക്ക് അവനവന്റെ മുടിയും കഴുത്തും പിൻഭാഗവും കൈത്തണ്ടയുടെ മുകൾ ഭാഗവും കാണിച്ചു കൊടുക്കുമ്പോ അറിയാത്തോണ്ടല്ല, ഫാഷന്റെ പിന്നാലെ പോകുമ്പോ ഈ പറഞ്ഞ ഖുത്തുബയും മൗലവി ഒക്കെ ദേശീയാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ? ഫുള്ള് മഫ്ത, കൈ മറക്കണോ, ഗ്ലൗസ് കാലും മടണോ, അന്യ പുരുഷന്മാർ കാണാൻ പറ്റുമോ? പടച്ചോൻ ചോദിക്കും. ഈ പറഞ്ഞ സാധനം ദീനിയായി ജീവിക്കുമ്പോ അറിയില്ലായിരുന്നോ? ഇത് കുറ്റപ്പെടുത്താനല്ല, മരിക്കണം എന്ന ചിന്ത ഉണ്ടാകുന്നത് പേടിച്ച് ജീവിക്കാനല്ല, ഒരുങ്ങി ജീവിക്കാനാണ്, തയ്യാറായി ജീവിക്കാനാണ്, വഴിപടക്കാതെക്കാനാണ്. ഏത് സമയത്ത് എങ്ങനെ മരിച്ചാലും ദുനിയാവിൽ ഇനി ഒരു വേള നമുക്ക് പൈസ കുറവാണെങ്കിലും പടച്ചോന്റെ മുന്നിൽ നമ്മൾ ധനാഢ്യനായ മതി കൂട്ടരെ, മതി. ബാക്കിയുള്ളവർ നമ്മളെ കളിയാക്കിയാലും പടച്ചോൻ നമ്മുടെ അടുക്കലേക്ക് മലക്കുകളെ പറഞ്ഞയച്ച് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ. പടച്ചോൻ നിങ്ങളെ പറ്റി തൃപ്തിപ്പെട്ടുകണ്. നാട്ടാര് കളിയാക്കിക്കോട്ടെ, പടച്ചോൻ നിങ്ങളെ പറ്റി തൃപ്തിണ്ട്. നിങ്ങൾ വരൂ, നിങ്ങൾ വരൂ. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. അള്ളാനെ കാണാം, നബിനെ കാണാം, സഹാബാക്കളെ കാണാം, ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടാം. അതിനേക്കാളും വലിയ സൗഭാഗ്യം എന്താ കൂട്ടരെ? അതിലേക്ക് നമ്മുടെ മരണത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുക, എന്നിട്ട് നമ്മൾ പുനർവിചിന്തനം നടത്തുക. നമ്മുടെ ജമാഅത്ത് നഷ്ടപ്പെടാതെ പരമാവധി സൂക്ഷിക്കുക, നമ്മുടെ സുബഹി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, നമ്മുടെ ഇസ്ലാമികമായ വേഷവിധാനം പരമാവധി ശ്രദ്ധിക്കുക, സമ്പത്തിൽ ഹറാമ് വരാതെ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ അവിഹിതങ്ങളും വൃത്തികേടുകളും തോന്നിയാസങ്ങളും ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഏത് സമയത്ത് മരിക്കുമ്പോഴും ബാക്കിയുള്ളവര് തൽക്കാലം മയ്യത്ത് സ്കരിക്കുക, നമ്മളെ മഹല്ലത്തല്ലേ, നമ്മക്കറിയാലോ ഓനെ എന്ന് നമ്മളെ പറ്റി പറയരുത് സഹോദരങ്ങളെ, പറയരുത്. ഒരു കാലഘട്ടത്തൊക്കെ ഓരൊക്കെ അങ്ങനെ ഇനി, പക്ഷെ പിന്നീട് ദീനിയായിട്ട് അവർ മാറി. പടച്ചോൻ അവർക്ക് സ്വർഗം കൊടുക്കട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിലെ എത്രയോ മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് നാഥ. റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ, നീ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ
വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ബാപ്പാക്കും ഉമ്മാക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഖബറിനും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, രോഗികളായ ആളുകളുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ എത്രയോ കാലം ഒരുമിച്ച് ചേർന്നവർ പലരും വീട്ടിൽ ജുമാക്ക് പോലും വരാൻ കഴിയാത്ത പ്രയാസപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഗൾഫ് നാടുകളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, വൈവാഹിക മേഖലകളിൽ വിവാഹം ഉണ്ടാകാതെയും കഴിച്ച വിവാഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ റഹ്മാനായ നാഥ നീ ദൂരീകരിച്ചു നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലൂടെ നാഥ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾക്ക് നന്നായി പഠിക്കാനും ഉന്നതകളിലേക്ക് എത്തുവാനും ഹലാലായ സമ്പാദ്യമുള്ള ജോലികളിലേക്ക് എത്തിച്ചേരാനും നാഥ നീ തൗഫീക്ക് നൽകണമേ റഹ്മാനെ. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയും ഒക്കെയുണ്ട്. റഹ്മാനായ നാഥ അവിടെയെല്ലാം പരിരക്ഷ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة